ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? സുഖമല്ലേ? കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇല്ല. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? ഞാനേ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ 2 ആങ്ങളുടെ കുട്ടികളും ചെറിയ നാത്തൂനും അനിയത്തിയും പാടെ ഞങ്ങളെ അടുത്തുണ്ടൊരു പാർക്ക്. ആ പാർക്ക് കാണാൻ വേണ്ടി പോയിട്ടാ. അവിടെ പോയിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോന്നു കേട്ടോ. അവിടെ അങ്ങനെ കാണാനൊന്നുമില്ല. കുട്ടികൾക്ക് കുറേ ഊഞ്ഞാലിലാടാം, അങ്ങനെ വെള്ളത്തിൽ ചാടാം, അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ നടന്ന് കാണാൻ പലതുണ്ട്. പലതരത്തിലുള്ള ഊഞ്ഞാലകളുണ്ട്. വെള്ളത്തിൽ ചാടിക്കാണ്ട് വിളിച്ചാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇല്ലാത്ത വലിയവർക്കൊന്നും കാണാനൊന്നുമില്ല. എന്നാലും ഇതാണ് ഈ വീൽച്ചെയറും എൻ്റെ നാത്തൂന് കേട്ടോ. ഈ വെള്ള ചുരിദാറിട്ടത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. നമുക്കിങ്ങനെ വന്നിരിക്കാൻ നല്ലൊരു സൗകര്യപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ്. നമുക്കിങ്ങനെ ഫ്രണ്ടുകൾക്കൊക്കെ വന്നിരുന്ന് ഞാനിട്ടോ ഫ്രണ്ടുകൾക്കൊക്കെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ നല്ലൊരു സുഖം. എന്താ പറയുക, നല്ല കാറ്റും ഇതൊക്കെ ഉണ്ടായിരിക്കും. ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ആ പാർക്ക്. കുട്ടികൾക്ക് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുട്ടികളെയൊക്കെ അവിടുന്ന് വേറിടാൻ തോന്നില്ല, പലതുണ്ട്. അത്രയും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ആളുടെ കുട്ടിയാണ് ഈ ചുവപ്പ് ടീഷർട്ടിട്ട് വെള്ളത്തിൽ നീന്തുന്നതാണ്. വലിയ ആങ്ങളുടെ മോനാണ്. അപ്പം അങ്ങനെ ഓൽക്ക് നല്ല രസമായി, അടിച്ച് പൊളിച്ച് ഓല് പോന്നു. അവിടെ നിന്ന് ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളും പോന്നു. സൂപ്പറായിരുന്നു പരിപാടിയൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ഈ പാർക്കിൽ വന്നിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. മലപ്പുറം ആണ് പാർക്ക്. മലപ്പുറത്തല്ല, കുറ്റിപ്പുറമൊക്കെ ആ ഭാഗത്തായിട്ട്. എന്താ പാർക്കിൻ്റെ പേര് പറയാമെന്ന് എനിക്ക് അത്ര അങ്ങോട്ട് ഇതില്ല. ഇതുകൊണ്ട് എൻ്റെ ആങ്ങളുടെ മോന് ഈ വെള്ളത്തിൽ നീന്തി കളിച്ചിട്ട് അങ്ങനെ പാർക്കിൻ്റെ സ്ഥലം എന്ന് പറയാം എനിക്കറിയില്ല കേട്ടോ. പറയാനിപ്പോൾ അത്ര ഓർമ്മയില്ല. അതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് പോയി കണ്ടോളി. കുട്ടികളുടെയൊക്കെ പോയി കാണാൻ നല്ല രസമുള്ള പരിപാടിയാണ്. കുട്ടികൾക്കൊക്കെ കണ്ടാൽ അവിടെ പോയാൽ ഒരുപാട് ഇതുണ്ട്. എവിടെ കയറേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ കുട്ടികൾക്ക് വെള്ളത്തിൽ ചാടാനും ഊഞ്ഞാലിൽ കയറാനും ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോകാനൊക്കെ അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. എന്താ പറയുക, കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെയൊക്കെ കൂട്ടി നിങ്ങൾ ഒന്ന് പോയി നോക്കി. അവിടെ നല്ല ഉഷാറാണ്. കുട്ടികൾക്ക് പറ്റിയ പാർക്കാണ്. നമ്മൾ വലിയവർക്ക് പറ്റൂല എന്നല്ല, അവിടെ ഉണ്ട് കുറേ ആൾക്കാർ വന്നിട്ടൊക്കെ. പുതിയണ്ണുങ്ങളും പുതിയാപ്പിളകളൊക്കെ ഉണ്ട്, ഒരുപാട് ആളുണ്ട്. അങ്ങനെ അതുപോലെ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ പോവുകയാണെങ്കിൽ രസമാണ് കേട്ടോ. അപ്പം അങ്ങനെ പോന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പോയി നോക്കിക്കൾ. ഇപ്പം എൻ്റെ വീഡിയോ കാണലില്ലല്ലോ, ഒന്നും ഇടലൊന്നുമില്ലല്ലോ, ചോദിക്കലില്ലല്ലോ, ആരും എൻ്റെ വീഡിയോ കാണലില്ലല്ലോ. അപ്പോൾ എന്ത് പറ്റി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാത്ത? ഒന്നും ഉഷാറില്ലായിട്ടാണോ കാണാത്ത? ഉഷാറുണ്ടാക്കണല്ലേ, എന്നാൽ പിന്നെ കാണൂലേ. അങ്ങനെ ഒരുപാട് ആളുണ്ടല്ലോ വീഡിയോ ഇറക്കിയിട്ട്. അപ്പോൾ ഓലെ വീഡിയോ ഒക്കെ കാണും. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നില്ലല്ലേ. ഒരു രസമില്ല എൻ്റെ വീഡിയോ, അതുകൊണ്ട് ഞങ്ങൾ കാണാത്ത. ഞാൻ കാണുന്നതന്നെയല്ല, ആരും കാണുന്നില്ല. ലൈക്കും കമൻ്റ് ഒന്നും തരുന്നില്ല. ഒന്നും തരുന്നില്ല. വീഡിയോ ഇടലൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും ഇടില്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ഇടുള്ളൂ കേട്ടോ. അതാണ് എൻ്റെ പ്രശ്നം. എപ്പോഴും ഇടലില്ല. എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് തോന്നുകയാണെങ്കിലൊക്കെ ഒരു വീഡിയോ ഇങ്ങനെ ഇടും, അത്ര തന്നെ. അതാണ് കാര്യങ്ങൾ എൻ്റെ വീഡിയോ നോക്കാത്തത്. പിന്നെ ഞാൻ ചെയ്യണ ജോലികളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ വല്ലതും ഇടാമെന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ. കുറേ ആയിട്ട് എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നില്ല, എനിക്കറിയാം. ആരും എൻ്റെ വീഡിയോ കാണുന്നില്ല. ഇപ്പോൾ എന്ത് പറ്റി മക്കളെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം കഷ്ടമാട്ടോ. എൻ്റെ വീഡിയോ ഒന്ന് കാണി. എല്ലാവരും ലൈക്കും കമൻറ്റും തരണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി വേറെ ഒരു വീഡിയോയുമായി അടുത്ത് വരാം. ഇൻഷാ അല്ലാഹ് അതുവരേക്കും എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും എന്താ പറ്റിനൊക്കെ കൊടുത്തിട്ട് എന്നോട് പറയട്ടോ. ഞാൻ അടുത്ത വീഡിയോയുമായി പിന്നെ വരാം ഇൻഷാ അല്ലാഹ്. കുട്ടികൾക്ക് കാണാൻ പറ്റിയത് പിന്നെയും ഞാൻ പറയുന്നത് കണ്ടോ, കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല അടിപൊളി
പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അതുകൊണ്ട് എല്ലാവരും വന്നോണ്ടി കണ്ടോളി. അപ്പോൾ വീഡിയോ ഒക്കെ കാണാൻ മറക്കല്ലേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പറ്റായിട്ടാണോ നിങ്ങളെൻ്റെ വീഡിയോ കാണാത്തത്? അതുകൂടി ഒന്ന് കമൻറ്റിൽ എഴുതി പറഞ്ഞു തരണം എനിക്ക് കേട്ടോ. ഞാൻ ഇടുന്ന വീഡിയോ ഒന്നും വലിയ ഉഷാറില്ലാത്ത വീഡിയോ ആയിട്ടല്ലേ. നമ്മൾ മലപ്പുറം താത്ത ഇടുന്ന മാതിരി ഇടണല്ലേ. അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടണം, എന്നാലല്ലേ കാണാൻ പറ്റുമല്ലേ. ആയിക്കോട്ടെ, അങ്ങനത്തെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടോളാം. ഇടുന്നത് വരയ്ക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ ഞാൻ ഇട്ടേക്കാണെങ്കിൽ നിങ്ങൾ കാണി, ലൈക്കും കമൻറ്റൊക്കെ ഇതിന് കൊടുക്കി കേട്ടോ. മറ്റേ വീഡിയോ ഞാൻ നോക്കാം. താത്ത എന്തൊക്കെ ഇടുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കണ വീഡിയോ, അങ്ങനെയൊക്കെ താത്താക്ക് ഒരുപാട് ഇതായല്ലോ. ഞാനങ്ങനെ എപ്പോഴും ഇടാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോനെ പറ്റി അറിയാത്തത്. ഞാൻ വീഡിയോ എപ്പോഴും ഇടൂല, എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്ന സമയത്തും വീഡിയോ ഇടും, അങ്ങനെ ഇടൂലല്ലോ. അതൊക്കെയാണ് എൻ്റെ ഇത്. അപ്പം എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ. അടിപൊളി നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും കാണാൻ പറ്റിയ പെണ്ണുകളും കുട്ടികളും പുതിയാപ്പിളകളും ഒക്കെ ഉണ്ട് കേട്ടോ. ആ സൈക്കിളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് തിരിയുന്നുണ്ട് കുട്ടികളൊക്കെ. ഇതാ ആങ്ങളുടെ കുട്ടി. അപ്പം എല്ലാവരോടും, ആങ്ങളുടെ 2 മക്കളുമാണിത്. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. കമൻറ്റേലും തന്നോണ്ടി കേട്ടോ. എന്ത് ഇതിലുണ്ടെങ്കിലും കമൻറ്റ് അറിയിക്കണം. എന്താണ് വീഡിയോ കാണാത്തത് അതും ഒന്ന് പറഞ്ഞു തരണം. ഉഷാറില്ലായിട്ടാണോ അതാണോ ഒന്ന് പറഞ്ഞു തന്നെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. ബൈ ബൈ.